ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റണില്ല. ഏതായാലും ഒരു മുത്തശ്ശിയാകാൻ പോകുമല്ലേ, ആ ഒരു സന്തോഷം നമ്മുടെ ചന്ദ്രയ്ക്ക് കാണൂല. എത്ര ദുഷ്ട സ്ത്രീ ആണെങ്കിലും ആ ഒരു സന്തോഷം ഭയങ്കര സന്തോഷം തന്നെയാണ്. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മേനെ വിളിക്കാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അമ്മേനെ വിളിച്ചിട്ട്, ഹലോ, അതെ, നിങ്ങളുടെ മോള് പ്രഗ്നന്റ് ആയി എന്ന് വിളിച്ചു പറയാ. ഇത് കേട്ടതും വർഷയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. എന്റെ പൊന്നു, എന്റെ പ്രാർത്ഥന ഫലിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു, ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ ചോദിച്ചു, എന്താ എന്താ ചന്ദ്രമതി? വേറൊന്നുമല്ല, നിങ്ങളുടെ മോക്കേ വലിയ സന്തോഷമൊന്നുമില്ല, അവളുടെ മുഖത്ത് വലിയ സന്തോഷമോ ഒന്നും കാണുന്നില്ലെന്നേ, അവർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും ഞാൻ വെക്ക, ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഫോണും വെച്ചു. ഇതെന്തു പറ്റി നമ്മുടെ വർഷയ്ക്ക് സന്തോഷമില്ലാത്തത്? എന്തായിരിക്കും? പക്ഷെ അറിയാലോ, നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് വർഷയുടെ കാര്യങ്ങൾ A to Z വരെ അറിയാവുന്ന അമ്മയ്ക്ക് അറിയാലോ, വർഷയ്ക്ക് പ്രസവിക്കാൻ പേടിയാണെന്നും എല്ലാ കാര്യങ്ങളും ഒക്കെ. ഏതായാലും പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഇടുകയാണ് നമ്മുടെ വർഷേനെ കാണാനായിട്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിനാണ് ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമവും. ഈ വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട്, ആർക്കാ വിഷമം ഉണ്ടാകാതിരിക്കുക. അങ്ങനെ ശ്രീകാന്ത് പോയി ഇങ്ങനെ തിണ്ണയില്, രാത്രി കേട്ടോ, രാത്രി തിണ്ണയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി സച്ചിയും കൂടെ ചെന്നു. അപ്പൊ ഇവന് ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടതും രേവതി സച്ചിൻ ചോദിച്ചു, എന്ത് പറ്റി ശ്രീകാന്ത്, നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? സന്തോഷിക്കേണ്ട സമയമല്ലേ, ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കേണ്ട എന്ത് കാര്യം നിനക്കുള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, സന്തോഷിക്കേണ്ട സമയമൊക്കെയാ ഏടത്തി, പക്ഷെ എന്ത് ചെയ്യാനാ, വർഷയ്ക്ക് തീരെ താല്പര്യമില്ല, പ്രഗ്നന്റ് ആണെന്ന് നമ്മളോട് വർഷ പറയാതിരുന്നത് സർപ്രൈസ് തരാനൊന്നും അല്ല ഏടത്തി, അവക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയണമെന്നാ. കളയണമെന്നോ? നീ എന്താടാ ഈ പറയുന്നത്? ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ നീ വ്യക്തമായിട്ട് പറ. അതെ, അവള് കഴിഞ്ഞ ദിവസം പപ്പായ ജ്യൂസ് കുടിച്ചതും രാത്രി ഇതിലെ കൂടെ ഡാൻസ് കളിച്ച് നടന്നതും ഒക്കെ എന്തിനാണെന്ന് അറിയാമോ? ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാ. ഞാൻ എങ്ങനെ ഇത് സഹിക്കുന്നത്? അവക്ക് പ്രസവിക്കാൻ പേടിയാണെന്ന്. അപ്പൊ നമ്മുടെ സച്ചി, ഇത് ഭയങ്കര കൂത്തായി പോയല്ലോ, പ്രസവിക്കാൻ പേടിയാണെന്നോ? അത് കൊള്ളാം. എടാ, പ്രസവിക്കാൻ പേടിയാണെങ്കിൽ ഈ ഭൂലോകത്തെ പെണ്ണുങ്ങളൊക്കെ വല്ലതും പ്രസവിക്കുമായിരുന്നോടാ? എല്ലാവരും 1, 2, 3 പ്രസവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ എന്ന് ചോദിച്ചപ്പോ അതൊന്നും എനിക്ക് അറിയില്ല സച്ചേട്ടാ. ഏതായാലും അവൾ ഇങ്ങനെയാ പറയുന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഇത് അവളുടെ അറിവില്ലായ്മയാണ്. ഞാനൊരു കാര്യം ചെയ്തോളാം, ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഞാൻ തന്നെ ഉണ്ടാകും. ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ ഉറപ്പ് തരുന്ന, അവൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവളുടെ കൂടെ എപ്പോഴും നിന്റെ ഈ രേവതി അടുത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് കുറച്ചൊക്കെ ആശ്വാസമായിട്ടോ. ശ്രീകാന്ത്, എന്നാ പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ എടുത്തി എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എല്ലാം ഓക്കെ ആയല്ലോ, ഇനിയിപ്പോ എന്താ, അവന്റെ വിഷമമൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് രേവതി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ടടാ, ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ ആയിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല, നമുക്ക് അവളെ മാറ്റിയെടുക്കാന്നേ, അവൾക്കിത് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മുടെ സുധി ഷൂ 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 എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പൊ സുധി ഷൂ 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 എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു നമ്മുടെ സച്ചി, അവൻ എന്തിനാ ഷൂ ഷൂ എന്ന് വിളിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും ഷൂ 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 എന്ന് വിളിച്ചിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുകയാണ്, കൈ വെച്ചോ കാല് വെച്ചോ ഒക്കെ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്നു. ആരൊക്കെ? നമ്മുടെ സച്ചിൻ ശ്രീകാന്തും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, കൊച്ചു കള്ള, കൺഗ്രാറ്റുലേഷൻസ്, ഇത് പറയാനാണോ ഏട്ടൻ എന്നെ വിളിച്ചത് എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചപ്പോഴത്തേക്കും, ഇത് പറയാൻ മാത്രമല്ല കേട്ടോ നിന്നെ ഞാൻ വിളിച്ചത്, പറയാൻ ഇനിയും ഒരുപാടുണ്ട്. ഏതായാലും കൊച്ചു കള്ളൻ എന്നെക്കാളും മുമ്പ് പണി പറ്റിച്ച് കളഞ്ഞില്ലേടാ. എടാ നീ അനിയനാണെങ്കിൽ നീ വില്ലനാണ് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ, ഇതിന്റെ സന്തോഷത്തിൽ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് അടിക്കാന്ന് പറയുമ്പോഴത്തേക്ക്, ഒരെണ്ണം അടിക്കാനോ? നിന്റെ കൂടെ അടിക്കാൻ ഞങ്ങളില്ല, എന്നിട്ട് വേണം പരിഭവവും പരാതിയും ഇതൊക്കെ ആയിട്ട് നടക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാൻ നോക്കിയോ, മര്യാദയ്ക്ക് പോകാൻ നോക്കിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, വേടാ ഇന്ന് ഫ്രീ ആടാ, എന്റെ ചെലവാടാ ഇന്ന്, ഞാന് ഒരു ബിസിനസ്മാൻ അല്ലേ, അപ്പൊ എന്റെ അനിയൻ അച്ഛനാകാൻ പോവാന്ന് പറയുമ്പോ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ചെലവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, ഫ്രീ ആണോ,
ഫ്രീ ആണെങ്കിൽ നിന്റെ കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞപ്പോ ഫ്രീ ആന്ന് പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ കുപ്പിയുടെ കാശ് എടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുപ്പിയുടെ ക്യാഷ്, അപ്പൊ നീ അല്ലേ ഇപ്പൊ ഫ്രീ ആന്ന് പറഞ്ഞത്? അല്ല, നമുക്ക് 3 പേർക്കും കൂടെ ഷെയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇച്ചിരി പൈസ തീരാന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, ഒരാൾ തന്നെ ഇടുവാണെങ്കിൽ ഒത്തിരി പൈസ ആവൂലെന്ന്. എടാ നിനക്ക് എന്നതാണ്, നീ അല്ലേടാ പറഞ്ഞ ഫ്രീ ആണെന്ന്? ഓ എടാ കിറുനക്കിപ്പട്ടി, നീ എന്നും കിറുനക്കിപ്പട്ടി തന്നെ ആയിരിക്കും. ഓ ഇവന്റെ കൂടെ വെള്ളം അടിക്കാൻ പോയാലേ നമ്മക്കാ നാണക്കേട് ശ്രീകാന്തേ. എന്തോന്നു ജന്മോ ഇത്, കേറി പോകാൻ നോക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീനെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് അയ്യടാ എന്റെ പൊന്ന് സച്ചേട്ടാ, നിങ്ങളുടെ ചേട്ടൻ ഒരു അവതാരം തന്നെ, ഇതിനെന്താ പറയുക. അത് പിന്നെ രേവതി നീ പോയി കിടക്ക്, ശ്രീകാന്ത് നീയും പോയി കിടക്ക്. അപ്പൊ രേവതി ചോദിച്ചു സച്ചേട്ടൻ വരുന്നില്ലേ? ഞാനും വരുവാണെന്നേ. സച്ചേട്ടാ പാവം ഉണ്ടല്ലേ ശ്രീകാന്തിന്റെ കാര്യം, കഷ്ടമല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ വർഷയ്ക്ക് ഉറക്കമില്ല കേട്ടോ. വർഷയ്ക്ക് മാത്രമല്ല, ഉറക്കമില്ലാത്ത ഒരാള് ശ്രീകാന്തും കൂടെ രണ്ടുപേരും കണ്ണ് തെളിയിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷനെ സമാധാനിപ്പിക്കാനൊക്കെ പല വാക്കുകളും പറയുന്നുണ്ട് ശ്രീകാന്ത്. എങ്കിലും എന്ത് ചെയ്യാനാണ്, നമ്മുടെ വർഷ സമാധാനപ്പെടുന്നില്ല കേട്ടോ. ഇതിനിടയിൽ ശ്രീകാന്ത് പറയാ പേടിക്കാനൊന്നുമില്ല, നീ നല്ല സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിനെന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനുണ്ട്, ഏടത്തിയുണ്ട്, അതുപോലെ സച്ചേട്ടനുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. നീയേ നന്നായിട്ട് ഉറങ്ങണം, വിശ്രമിക്കണം, ശരീരം സൂക്ഷിക്കണം, പിന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്യാട്ടോ. പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അതാണ് നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത്. അത്തരം കാര്യങ്ങൾ മാത്രമേ നീ ചിന്തിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് നാളെ ഡോക്ടറിനെ കാണണം, ചെക്കപ്പ് ചെയ്യണം, ബാക്കിയൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. ഇത് കേട്ടോ നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വേണ്ട, ഹോസ്പിറ്റലിലൊന്നും പോവണ്ട. അത് തടി ഹോസ്പിറ്റലിൽ പോയാല് ഇനി ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് ഒക്കെ നടത്താനുള്ളതല്ലേ. എനിക്ക് നാളെ സ്റ്റുഡിയോയിൽ പോകണം, എനിക്ക് ഡബ് ചെയ്യാനുണ്ട് ശ്രീകാന്തെ. ഓ അതൊന്നും പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല, നാളെ ഡോക്ടറിനെ കണ്ടേ പറ്റത്തുള്ളൂ. അതിനൊരു മാറ്റവും ഇല്ല. കുറച്ച് ദിവസത്തേക്ക് നീ ലീവ് എടുക്ക്, ഞാനും ലീവ് എടുക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് കുറച്ച് ദിവസം ഒരുമിച്ച് നിൽക്കാം. ഓ പിന്നെ എന്തിന്, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ലീവൊന്നും കിട്ടത്തൊന്നുമില്ല, ഞാൻ ലീവൊന്നും എടുക്കത്തൊന്നുമില്ല. ഞാൻ ഡബ് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യേണ്ടി വരും. വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ പിന്നെ അത് വോയിസ് മാറില്ലേ, അത് പിന്നെ വലിയ പ്രശ്നമാണ്. അല്ല അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ടല്ലോ. ലീവ് എടുക്കാതിരിക്കാൻ വേണ്ടി നീ ഓരോ കാരണങ്ങൾ പറയല്ലേ വർഷേ. നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് നിനക്കിപ്പം ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടല്ലേ? അതിനെ ഒരു അനുഗ്രഹമായിട്ട് കരുത് വർഷേ. നീ അങ്ങനെ കരുതിയാ പിന്നെ നിനക്ക് ഈ സമാധാനമൊക്കെ തിരിച്ചു കിട്ടും. ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, ആ ഒരു കുഞ്ഞ് നിന്റെ കൂടെ ഉണ്ട്, ആ ഒരു ബോധം നിനക്ക് വേണം. നല്ലതുപോലെ നീ ശ്രദ്ധിക്കണം. മുമ്പത്തെ പോലെ ഓടാനും ചാടാനും ഒന്നും പാടില്ല. നീ അതൊക്കെ വല്ല ശ്രദ്ധിക്കുന്നുണ്ടോ? ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു ദേഷ്യം വന്ന് അവിടെ നെണീറ്റ് പോയപ്പോഴത്തേക്കും വർഷേ പോകുന്ന പോക്ക് കണ്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണമെന്ന്. നീ എന്തിനാ ഇങ്ങനെ കലിച്ച് നടക്കുന്നത്? എന്താ വർഷേ ഇത്? നീ എന്റെയും കൂടി സമാധാനം കളയാണോ? ഞാനേ നിന്നോടൊരു കാര്യം പറയാം. അച്ഛമ്മയും നിന്റെ അമ്മയൊക്കെ നിന്നെ കാണാൻ വരും. ആ സമയത്ത് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്, വല്ല സന്തോഷത്തോടു കൂടി പെരുമാറണം. അത് പിന്നെ എന്റെ പൊന്നു ശ്രീകാന്ത്, ഞാൻ പറഞ്ഞില്ലേ അതിനൊന്നും എനിക്ക് പറ്റില്ല. അതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റും. നീ അഭിനയിച്ച് നിൽക്കുമൊന്നും വേണ്ട, നീ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കണം, അത് നിനക്ക് പറ്റണം. വർഷങ്ങളും മാസങ്ങളും ഒക്കെ എത്ര പെട്ടെന്നാ പോകുന്നത്, അതുപോലെ മാസങ്ങൾ കടന്നു പോകും. മാസങ്ങൾ കഴിയുമ്പോഴേ ഈ മുറിയിലെ ഒരാളും കൂടെ വരും. നമുക്ക് തൊട്ടിൽ എവിടെയാ കെട്ടേണ്ടത്? ഈ കുഴയിൽ കെട്ടാ അല്ലേ, ഇവിടെ കെട്ടിയാ പോരെ. പിന്നെ അങ്ങനെ എപ്പോഴും തൊട്ടിലിൽ കിടത്തണ്ട, നമുക്ക് നമ്മുടെ നട്ടുക്ക് കിടത്തിയാൽ മതി. അമ്മയുടെ ചൂടാ എപ്പോഴും കുഞ്ഞിന് വേണ്ടത്. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ ലോകം എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കില്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. നമ്മളെ തന്നെ നമ്മളങ്ങ് മറക്കും. അവൻ ചിരിക്കുന്ന കാണാന്, കമിഴ്ന്ന് കിടക്കുന്ന കാണാന്, അവിടെ നെണീറ്റിരിക്കുന്നത് കാണാന്, നടക്കുന്നത് കാണാന്, നിൽക്കുന്നതും കളിക്കുന്നതും അങ്ങനെ ഓടുന്നതും ഒക്കെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും പക്ഷേ നമ്മള്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞ് നമ്മളെ ആദ്യമായിട്ട് അമ്മേ അച്ഛ എന്ന് വിളിക്കുന്ന ദിവസം, അത് കേൾക്കാന് എത്ര മനോഹരമായ നിമിഷമായിരിക്കും വർഷേ ഞാൻ കാല് പിടിക്കാം, എനിക്ക് വേണ്ടിയെങ്കിലും ആ കുഞ്ഞിനെ കളയരുത് വർഷേ എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ ചെല്ലാണ് കേട്ടോ. അപ്പോഴത്തേക്കും വർഷം മാറുന്നുണ്ടോ അങ്ങോട്ട്, എനിക്ക് കാലി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അപ്പൊ പിന്നെ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര വിഷമമായിട്ട് പറഞ്ഞു, നീ എനിക്കൊരു വാക്ക് തരണം, എന്റെ കൈ തൊട്ട് സത്യം ചെയ്യണം, ഈ കുഞ്ഞിനെ കളയില്ല നീ എന്ന് ഒന്ന് സത്യം ചെയ്യും പ്ലീസ്, ഞാൻ കാല് പിടിക്കാന്ന് പറഞ്ഞപ്പോ വിട്ടാനല്ലേ പറഞ്ഞത് അങ്ങോട്ട്, എനിക്കൊരു കോപ്പ് സത്യവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യം വന്നിട്ട് കിടക്കാണ് കേട്ടോ. വർഷ അമ്പിലും വില്ലിലും ഒന്നും അടുക്കുന്നില്ല കേട്ടോ.
നമ്മുടെ വർഷയ്ക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് തന്നെയാണ്. പാവ ശ്രീകാന്തിന്റെ ഒരു അവസ്ഥ കഷ്ടമാണ് കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചിനെ രേവതിനെയാണ് കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതി സംസാരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ രേവതി പറയാണ്, അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പം കുഞ്ഞ് പിറക്കാത്തത് എന്താണെന്നറിയാമോ? ദേ ഇപ്പം കുഞ്ഞ് പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പത്ത് കിടത്തേണ്ടി വരില്ലേ? നമുക്ക് ഒരു മുറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പടിക്കാതെ ആ ഒരു കുഞ്ഞിനെ അവിടെ കിടത്തത്തില്ലേ? അപ്പം ദൈവം മുറി കെട്ടാഞ്ഞിട്ടായിരിക്കും നമുക്ക് കുഞ്ഞുണ്ടാകാതെ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് ദൈവം. അത് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലേ സച്ചിയേട്ടാന്ന്. അപ്പോഴത്തേക്ക് സച്ചിക്ക് വിഷമമായിട്ടോ. സച്ചി പറഞ്ഞു, എന്താ രേവതി ഇത്, നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. കരയുന്ന എന്തിനാ നീ? കരയേണ്ട എന്താ കാര്യമുള്ളത്? നമുക്ക് ദൈവ സമയമാകുമ്പോ നമുക്ക് കുഞ്ഞിനെ തരും. സ്വയം സമാധാനിക്കാൻ വേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നതല്ലേ? എനിക്കറിയാം രേവതി. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അത് പിന്നെ സച്ചിയേട്ടാ, ഒരു തൊട്ടിൽ കെട്ടാൻ പോലും നമുക്ക് സ്ഥലമില്ലല്ലോ സച്ചേട്ടാ. എന്തുകൊണ്ടും വൈകുന്നത് തന്നെ സച്ചേട്ടാ നമുക്ക് നല്ലത്. ഇതെപ്പോ പെണ്ണെന്ന് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അച്ഛനാവണം. പിന്നെ ഇപ്പൊ അച്ഛനാകും, ഇരുന്നു അവിടെ. ദേ നമുക്ക് പ്രാർത്ഥിക്കല്ലേ സച്ചേട്ടാ? ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. സച്ചേട്ടനും പ്രാർത്ഥിക്കും. പിന്നെ സച്ചേട്ടന്റെ അനിയൻ സച്ചേട്ടനെ കടത്തി വെട്ടി. ഇനി എന്ത് ചെയ്യാനാ? ഇനിയിപ്പം എല്ലാവരും ചോദിക്കും കേട്ടോ, എന്ത് പറ്റി, എന്ത് ചെയ്യാനാ? എല്ലാവരും ഹോസ്പിറ്റലിൽ പോ, ഡോക്ടറെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് വഴി നടക്കാൻ പോലും സമ്മതിക്കത്തില്ല. നീ പറഞ്ഞത് ശരിയാ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കും. അല്ല പിന്നെ ഉണ്ടല്ലോ സച്ചേട്ടാ, വർഷയുടെ ശ്രീകാന്തിന്റെ കുഞ്ഞാവുമ്പം അത് നമ്മുടെ തന്നെ കുഞ്ഞല്ലേ സച്ചേട്ടാ? ആ കുഞ്ഞിനെ എനിക്ക് ഈ കൈ കൊണ്ട് എടുക്കത്തില്ലേ? ആ കുഞ്ഞിനെ എനിക്ക് ഈ കൈ കൊണ്ട് ലാളിക്കത്തില്ല? ആ കുഞ്ഞ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അവൻ വരുന്നതോടെ ഈ വീട് ആകെ പടം മാറും. അവൻ വരുന്നതോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. അപ്പറയാണെങ്കിൽ കിട്ടിയ കുഞ്ഞിനെ കളയാനുള്ള വഴി നോക്കുന്നു. എന്തൊരു ലോകമാ രേവതി ഇത്. എനിക്കാണേല് വർഷയുടെ കാര്യം ഓർക്കാൻ കൂടി പറ്റണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, പാവ അവള് പേടിച്ചിട്ടല്ലേ, അവൾക്ക് പേടിയാന്ന്, പ്രസവിക്കാനുള്ള പേടി കാരണം മാത്രമാ അവൾ അറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതന്നേ. അവൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ലേ സച്ചേട്ടാ? ഇനി അവൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല സച്ചേട്ടാ. ഞാൻ നോക്കിക്കോളാം അവളെ, അവളുടെ കൂടെ എപ്പോഴും ഞാൻ കാണും. നോക്കിക്കോ, അവള് ആ കുഞ്ഞിനെ പ്രസവിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കും. ഈ വീട് മൊത്തം ആ കുഞ്ഞിന്റെ ശബ്ദവും കുസൃതികളൊക്കെ ആയിട്ട് നിറയും. പിന്നെ ആ കുഞ്ഞെ നടക്കാനേ അല്പം വൈകും കേട്ടോ, അത് ഉറപ്പാ. അതെന്താടി വൈകുന്നത് കുഞ്ഞ് നടക്കാൻ? കുഞ്ഞിനെ തറയിൽ നിർത്തിയാലല്ലേ അതിന് നടക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞ് എപ്പോഴും നമ്മുടെ മടിയിലും ഒക്കത്തും ചുമരിലും ഒക്കെ തന്നെ ആയിരിക്കില്ലേ? അപ്പൊ അത് പെട്ടെന്ന് നടക്കുവോ? അത് കൊള്ളാം, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. വർഷയുടെ മനസ്സ് മാറിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതോ മാറുവോ? അതെന്താ സച്ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മള് പറഞ്ഞതൊന്നും അവളുടെ തല കേറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവളെ ഒന്ന് സൂക്ഷിക്കണം രേവതി, സൂക്ഷിക്കേണ്ടത് ആവശ്യമാ. അവള് ആ കുഞ്ഞിനെ കളയാൻ നോക്കുന്നത് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ശ്രീകാന്തിനും ആ ഒരു സംശയമുണ്ട്. ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേൽ വേണമെന്ന്. അതാ അവൻ അങ്ങനെ പറഞ്ഞത്. രാത്രി എണീറ്റ് അവൾ എന്തെങ്കിലും ചെയ്യുവോ? അവള് പല അടവുകളും എടുക്കും, അതെനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. എന്തടവ്? അല്ല, എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ എപ്പോഴും അവളുടെ കൂടെ വേണം, അവളെ ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ പോയി വർഷയുടെ കൂടെ കിടക്ക്, അത് മതി. ശ്രീകാന്ത് എൻ്റെ അടുത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിനെയായിട്ട് സച്ചി നേരെ റൂമിലേക്ക് പോവാണ്. സച്ചി പോകുന്നില്ലെന്ന് തോന്നിട്ടോ, രേവതിയാണ് ചെല്ലുന്നത്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്ത് വർഷയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. അപ്പൊ ഡോറ് ചെന്ന് മുട്ടിയപ്പം നമ്മുടെ ശ്രീകാന്ത് പോയി തുറന്നു. എന്നാ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി അടുത്തേന്ന് ചോദിച്ചപ്പം അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് പുറത്ത് കിടന്നു, ഞാൻ ഇന്ന് വർഷയുടെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ സച്ചിന്റെ അടുത്ത് പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ശ്രീകാന്ത് സച്ചിന്റെ അടുത്ത് പോവാണ് കിടക്കാനായിട്ട്. ഇതേ സമയം നമ്മുടെ വർഷയുടെ അടുത്ത് രേവതിയും കിടന്നിട്ട് രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്കറിയാം നിനക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലാന്ന്, നീ എത്രമാത്രം സന്തോഷിക്കേണ്ട സമയമാണെന്ന് അറിയാമോ വർഷേ? നീ സന്തോഷിക്കുക ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിക്കാല് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരാൻ പോവല്ലേ, അത് നീ കാരണമല്ലേ? നീ എത്ര ഭാഗ്യവതിയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് ഒരു അമ്മയാകാനായിട്ട്. അതുപോലെ ഇപ്പം നീ ഒരു അമ്മയായിരിക്കല്ലേ, നീ അമ്മയായതും ഞാൻ അമ്മയായതും ഒക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്, എനിക്കറിയാം. അതുകൊണ്ട് സന്തോഷം മാത്രം മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വർഷേനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം സുധിയാണെങ്കിൽ രാത്രി ഭാര്യ അടുത്തില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഭാര്യ ഇല്ലല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്ത് അലഞ്ഞു തിരിഞ്ഞ് ടർസിന്റെ മണ്ടയിൽ കൂടെ നടക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കാട്ടോ, ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.